ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലുള്ള വിവിധ കോഴ്സുകളായിട്ടുള്ള അതായത് ഡിഗ്രി, PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില നോട്ടിഫിക്കേഷൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും അതേപോലെ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞവരും അതേപോലെ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടെ അതായത് അഡ്മിഷൻ സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ 2025-26 അക്കാഡമിക് ഇയർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എഴുതേണ്ട വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് CUT UG, അതേപോലെ തന്നെ CUT PG, കൂടാതെ കുസാറ്റ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് കോമൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, അതേപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് PG, B.Ed ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള അഫിലിയേറ്റഡ് കോളേജസ്, അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള മറ്റു പ്രധാനപ്പെട്ട കോളേജുകളിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ അതായത് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് അതായത് CUCET ആണ് പറയുക. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട MA, അതേപോലെ MSc, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് PG, അതേപോലെ ചില ഡിഗ്രി കോഴ്സുകൾ ഉൾപ്പെടെ അതായത് BPEd ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കോഴ്സുകളോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപേക്ഷ നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള CUCET 2025 വിദ്യാർത്ഥികളുടെ പരീക്ഷ മെയ് 6, 7, 8 തീയതികളാണ് നടക്കുന്നത്. അതായത് പരീക്ഷയുടെ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുന്ന അവസരം ഈ മാസം ലാസ്റ്റ് വീക്ക് മാർച്ച് ലാസ്റ്റ് വീക്കോടുകൂടെ ആപ്ലിക്കേഷൻ ടൈം യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിദ്യാർത്ഥികളും ജസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോർമലായിട്ടുള്ള അഡ്മിഷൻ അതായത് മെയ് മാസം ലാസ്റ്റോടുകൂടി വിളിക്കുന്ന നോർമൽ അതായത് വിദ്യാർത്ഥികളുടെ അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോർമൽ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് +2 അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനമാക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതായത് ഒരു യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി സെൻറ്ററിലും അതേപോലെ യൂണിവേഴ്സിറ്റി അണ്ടറിലോ ഡയറക്റ്റ് അഫിലിയേറ്റഡ് കോളേജസിലും അഡ്മിഷൻ ലഭിക്കുന്ന അവസരമാണ് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് വിളിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം PG കോഴ്സുകളാണെങ്കിൽ അതായത് MCA, MSW, അതേപോലെ BPEd, BPS, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, അതേപോലെ തന്നെ MPEd, BPEd ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സ് അതായത് PG വിഭാഗത്തിലാണെങ്കിൽ ഒരുപാട് PG ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് വിഭാഗമാണെങ്കിൽ ഈ പറഞ്ഞ MCA, MSW ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള ഒരുപാട് വിവിധ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് CUCET എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കഴിഞ്ഞ അക്കാഡമിക്കൽ പ്രോസ്പെക്ട്സ് പ്രകാരം MA മാത്രം വിദ്യാർത്ഥികൾക്ക് അതായത് MA അറബിക്ക്, ഇംഗ്ലീഷ്, അതേപോലെ ലിറ്ററേച്ചർ, ഹിന്ദി, അതേപോലെ മലയാളം, അതേപോലെ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ ഇങ്ങനെ വിവിധ കോഴ്സുകൾ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ MCOM, അതേപോലെ ലൈബ്രറി സയൻസ് ഇങ്ങനെയുള്ള ഒരുപാട് LLM ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുന്നത് ഇത്തരത്തിൽ ഓരോ കോഴ്സുകൾ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വിദ്യാർത്ഥി വളരെ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കോഴ്സ് സംബന്ധമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒരു പക്ഷേ നോർമലായിട്ടുള്ള അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അക്കാഡമിക് ഇയർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ മത്സരം അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി നിർബന്ധമായിട്ടും കൊടുത്തിടുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് ഡിഗ്രി PG ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും. അത്
അതിൽ ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അറിയാത്ത കാര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് MSc ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ MA, അതായത് നേരത്തെ പറഞ്ഞ പോലെ MCA അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി, അതായത് 4 വർഷം കൊണ്ട് ഡിഗ്രിയും PGയും കൂടി, അതായത് 5 വർഷം കൊണ്ട് ഡിഗ്രിയും PG കൂടി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഒരേ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരേ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞവരാണ് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് PG എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ B.Ed എന്ന് പറയുന്ന കോഴ്സ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് അത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടല്ല, അത് നോർമലായിട്ട് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് ഓൾറെഡി ഈ അക്കാഡമിക് ഇയറിൽ ഏകദേശം മെയ് 1 അല്ലെങ്കിൽ മെയ് 2 വീക്കോടുകൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ B.Ed കോഴ്സുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതായത് തീരെ മാർക്ക് കുറഞ്ഞ ഒരു 70 അതൊക്കെ അതിൻ്റെ ബിലോക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് കേരള PSC അംഗീകാരത്തോടു കൂടിയുള്ള, അതായത് ഒരു കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഈക്വലൻസി ലഭിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള റെഗുലറായിട്ടുള്ള B.Ed കോഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ ഈ വർഷം കേരളത്തിന് പുറമെ അംഗീകാരത്തോടെയുള്ള കേരള PSCയുടെ വാല്യൂ ഉള്ള B.Ed കോഴ്സ് ചെയ്യുവാൻ കൃത്യമായിട്ട് കരുവേണ്ട ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് താഴെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ളത് ഇൻഡിവിജ്വൽ B.Ed ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾ സംബന്ധമായിട്ടുള്ള കരിയർ കൗൺസിലിങ്ങും അതേപോലെ തന്നെ രജിസ്ട്രേഷനും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണൽ നമ്പർ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതേപോലെ ഏത് കോഴ്സാണെങ്കിലും ഏത് കരിയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കും ഈ പറയുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതിന് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളായിട്ടുള്ള MG, കേരള ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ അപ്ഡേറ്റ്സുകളും അതേപോലെ തുടർന്നുള്ള അപേക്ഷ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.